ഹായ്! ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു വയനയിലയപ്പം ഉണ്ടാക്കിയാലോ? ഇതൊരു സ്പെഷ്യൽ വയനയിലയപ്പമാണേ. വയനയിലയപ്പം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മിക്ക ഭക്തജനങ്ങളും ഈ അമ്പലത്തിൽ പൊങ്കാല ഇടുമ്പോൾ പൊങ്കാലയ്ക്കൊപ്പം തന്നെ വയനയിലയപ്പവും ഉണ്ടാക്കാറുണ്ട്. ആ വയനയിലയപ്പത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ വയനയിലപ്പത്തിന് മറ്റൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് എന്താണെന്നൊന്ന് നോക്കിയാലോ? വയനയിലപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ നവധാന്യം പൊടി. ഈ നവധാന്യം പൊടി ആവശ്യത്തിന് നമുക്ക് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് നവധാന്യം പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 സ്പൂണ് നവധാന്യപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നവധാന്യപ്പൊടിയുടെ ഗുണം എന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലേ? സാധാരണ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വയനയിലപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ നവധാന്യപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇത്രയും അളവിൽ നവധാന്യപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നവധാന്യപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇത്രയും അളവിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരകിയത് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പൊടി എടുക്കുമ്പോൾ കൂടുതൽ അളവിൽ തേങ്ങ ചേർക്കാം. ഇതൊരു അരമുറി തേങ്ങയുടെ 1/4 ഭാഗം തിരുമിയെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഈ ശർക്കര നന്നായിട്ട് ഒന്ന് ചീവിയെടുത്തതാണ്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ചീവിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള ശർക്കര പൗഡർ വാങ്ങാൻ കിട്ടും. ആ ശർക്കര പൗഡർ ചേർത്താലും അടിപൊളിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കരിപ്പുപൊടി അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും പഞ്ചസാര ഒഴിവാക്കിയിട്ട് കരിപ്പൂട്ടി അല്ലെങ്കിൽ ശർക്കര ഇതൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ബൗള് ശർക്കര ചീവിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊരു നല്ല ടേസ്റ്റാണ്. നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാവേ. ചേർത്തതിന് ശേഷം ഒരു ബനാന സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ഒഴിച്ച് വേറെ ഏത് ചെറുപഴം വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായ പഴം ചേർത്ത് കൊടുക്കാം. ഇത് ഒരു കപ്പപ്പഴമാണ്, നന്നായി പഴുത്ത കപ്പപ്പഴമാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ കുറച്ച് കപ്പലണ്ടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വയനയിലപ്പത്തിലൊന്നും ഇതുവരെ ആരും കപ്പലണ്ടിയൊന്നും ചേർത്തിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. വറുത്ത കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇത്രയൊക്കെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇത് ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ പഴത്തിൻ്റെ ആ ഒരു മയത്തിനാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് വയനയില എടുക്കാം. ഞാനിവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കി നമ്മുടെ വയനയിലെല്ലാം വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലുള്ള നല്ല നീളമുള്ള വയനയില എടുക്കാവേ. വയനയില അല്ലെന്നുണ്ടെങ്കിൽ കറുകപ്പട്ട ഇലയിലും ചെയ്യാം. പക്ഷേ കറുകപ്പട്ട ഇല ചെയ്യുമ്പോൾ അതിന് വേറൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഞാൻ വയനയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വയനയിലയിലേക്ക് ഏകദേശം ഇത്രയൊക്കെ അളവിൽ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് ചെറുതായി ഒന്ന് പരത്തിയും കൂടെ കൊടുക്കാം. എല്ലാ പോർഷനും ഒരുപോലെ പരന്നിരിക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഏകദേശം ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വയനയിലയപ്പത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുന്നതും കൂടിയാണ്. അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത് കാണാൻ. അപ്പോൾ ഇത്രയും വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് കുമ്പിൾ കുത്തിയിട്ട് ഈർക്കൽ കൊണ്ട് കോർത്ത് കൊടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിന്നത്
റോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും തുമ്പ് ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും. ഇനി കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ ബാക്കിയും കൂടി ചെയ്തെടുക്കാവേ. വയനയിലയിൽ ഞാനിത് നന്നായിട്ട് റോൾ ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ ഒരു 25 to 30 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ പീസും ഇതുപോലെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇത് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇലയെല്ലാം എടുത്ത് മാറ്റിയെടുക്കാം. വയനയിലയപ്പം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടേ. ഈ വയനയിലയപ്പം ഞാൻ വേവിച്ചത് കുക്കറിലാണ് വേവിച്ചത് കേട്ടോ. കുക്കറിലാവുമ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രം മതിയാവും. സ്റ്റീമറിലാണെന്നുണ്ടെങ്കിൽ 25-30 മിനിറ്റൊക്കെ എടുക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്ലേവറിനായിട്ട് ഏതൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. വയനയിലയുടെ അതേ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിതിൽ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല. ആ വയനയിലയുടെ അതേ ഫ്ലേവർ തന്നെ കിട്ടാനായിട്ടാണ് ഞാനത് ചേർക്കാത്തത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ റോള് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് വിട്ടെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരെയും ഈ ലെയർ ഫുള്ളും ആയിട്ട് ഇല ഇരിക്കുകയാണ്. അതൊന്ന് പൊട്ടിപ്പോവാതെ കീറിപ്പോവാതെ പയ്യെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കി എടുത്താലും മതിയാവും. സ്മൂത്തായിട്ട് അതങ്ങ് ഉരിപ്പോവും. അപ്പോൾ ഞാനതാ ഇതുപോലെ ആ വയനയില ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വയനയിലയപ്പം ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടല്ലേ കാണാൻ. നല്ലൊരു റോളിൻ്റെ അതേ ഷേപ്പില്ലേ. ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴും ആ റോളിൻ്റെ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കപ്പലണ്ടി ചേർത്തിട്ടുള്ളത് കൊണ്ട് അത് കാണാൻ നല്ലൊരു ലുക്കുമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കട്ടും കൂടെ ചെയ്ത് കാണിച്ചു തരാവേ എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഫുള്ളും ഒന്ന് നമ്മുടെ വയനയില ഇളക്കിയിട്ടൊന്ന് നോക്കാമേ. അപ്പോൾ ഇതുപോലെ പയ്യെ ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് താഴോട്ട് വലിച്ചെടുത്താൽ മതിയേ. ഞാനിതിപ്പോൾ ഇവിടെ വയനയില എല്ലാം ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം പോലും ഒന്ന് കീറിപ്പോവാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇതൊന്ന് കട്ടും കൂടെ ചെയ്ത് നോക്കാവേ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടേ. ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ ഉള്ള വെന്തിട്ടുണ്ടോ എന്നും അറിയാം. ആ ലെയർ പോലെ വരുന്ന ആ ഒരു ഷേപ്പും കൂടി അറിയാം. ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതുപോലെ ഉള്ള ലെയർ പോലെ വരും. ഇതിനകത്ത് നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ ഇതുപോലെ. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇതുപോലെ നവധാന്യം പൊടി കൊണ്ടും നല്ല കളർഫുള്ളായിട്ട് വയനയിലയപ്പം ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടിയിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡാർക്കായിട്ടുള്ളൊരു കളറ് കിട്ടത്തില്ല. അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് അരിപ്പൊടി കൊണ്ട് നമ്മുടെ വയനയിലയപ്പം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. നവധാന്യം പൊടിയായതുകൊണ്ടാണ് ഇത്രയും നല്ല ഡാർക്ക് കളറിൽ ഇരിക്കുന്നത്. കൂടാതെ തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വയനയിലയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.